മമ്മൂട്ടിയുടെ പോസ്റ്റ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഈ അവസാനമിട്ട പോസ്റ്റ് താഴെ കമന്റുകളുടെ ഒരു ആഘോഷമുണ്ട്. ലാൽ സാറിന്റെ പനി മാറിയോ, നെക്സ്റ്റ് ബോംബ് ഈസ് ലോഡിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കഞ്ഞി എടുക്കട്ടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതാണ് സുജി, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഓഗസ്റ്റ് 17 രണ്ടുപേരും ഫേസ്ബുക്കിൽ ഇട്ടതിൻ്റെ ന്യൂവസ്റ്റ് കമൻറ്റുകൾ നമുക്ക് നോക്കിയാൽ കാണാം. ആ സമയത്ത് ആരാധകരെ ഒന്നും ഈ അവസാന കമൻറ്റുകളിൽ കാണാനില്ല. ഏറ്റവും അവസാനം 10 മിനിറ്റിനുള്ളിൽ വരെ വന്നു നിൽക്കുന്ന കമൻറ്റുകളെല്ലാം രണ്ട് സൂപ്പർ താരങ്ങളെയും വളരെ നിശിതമായ രീതിയിൽ വിമർശിക്കുകയാണ്. അതായത് ഇത്ര സജീവമായ ചർച്ച സിനിമാ ലോകത്ത് നടക്കുമ്പോഴും വളരെ ചെറുപ്പം മുതൽ തന്നെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടാളുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും. അവർ ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത് ആരാധകരിൽ ആകെ ഒരു വേവലാതിയും വെപ്രാളവും ഉണ്ടാക്കി. ഈ പോയിന്റാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം. മുൻപ് തന്നെ ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്, സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ എഫേർട്ടാണ്. അത് ഒരു സിനിമ നടനിലേക്ക് കേന്ദ്രീകൃതമാകുന്ന ഒരു ഭീകരമായ ഒരു അവഗണന അതിനകത്തുണ്ടായിരുന്നു. ഈ തിരക്കഥാകൃത്തും ഒരു കഥാകാരൻ്റെ കഥയിൽ കൂടെയാണ് ആ സിനിമ സഞ്ചരിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന സംവിധായകൻ, അയാളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റ് എന്ന് മാത്രമല്ല, ഒരു ലൈറ്റ് ബോയ് ഉൾപ്പെടെ എല്ലാവരുടെയും എഫേർട്ട് തന്നെയാണ് ആ സിനിമ. നമ്മൾക്ക് ആദ്യം എഴുതി കാണിപ്പാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് കണ്ടാൽ മതി എന്ന ടൈമിലേക്കാണ് പല വീടുകളിലും സിനിമ പ്ലേ ചെയ്താൽ നടക്കുന്ന ഒരു വിഷയം ഇതാണ്. എൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എഴുതി കാണിപ്പും പരസ്യവും നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ കാണണ്ട എന്ന് വെക്കുന്നത്. വാസ്തവത്തിൽ ഒരു കഥാകാരൻ്റെ കഥയെ വിഷ്വലൈസ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അതിനകത്തേക്ക് പെർഫോം ചെയ്യാൻ വരുന്ന ഒരു ഡമ്മി പീസ് മാത്രമാണ് ഈ പറയുന്ന മഹാനടന്മാരൊക്കെ എന്നുള്ളത് വസ്തുത. അത് മനസ്സിലാക്കാൻ ഈ ഒരു അവസരം ഉപകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാൾ മിണ്ടുന്നില്ല, അയാൾ മിണ്ടുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. കുട്ടി മിണ്ടാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കുട്ടി മിണ്ടാത്തതല്ല പ്രശ്നം. കുട്ടി വെറും കുട്ടിയാണ് എന്ന് തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണ് ഇത്. നമ്മൾ തമിഴ് നടന്മാരെ കുറേ പേരെ എടുത്തു വെച്ച് പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടം സൂര്യയാണ്. സൂര്യയെ ഇഷ്ടപ്പെടാനുള്ള ഞാൻ കാരണം അയാളുടെ ആ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, അതായത് സിനിമയിലുള്ള പേഴ്സണാലിറ്റി അല്ല. അയാളുടെ സിനിമകൾ മിക്കവാറും ഒക്കെ ഫ്ലോപ്പാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത സിനിമകളാണ്. കഥാതന്തു കറക്റ്റ് അല്ല, അയാളുടെ ആക്ടിങ് ഓക്കെയാണ് എന്നതിനപ്പുറം കഥകളൊന്നും തന്നെ വലിയ മൂല്യമുള്ള കഥകളല്ല. ചുമ്മാ കുറച്ച് എന്താ പറയണേ, അത്യാവശ്യം ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ചേർത്ത് വെച്ച സിനിമകളാണ്. പക്ഷേ ആസ് എ പേഴ്സൺ സൂര്യ വ്യത്യസ്തനാണ്. ഒന്നാമത്തെ കാര്യം, അയാളുടെ ഭാര്യയുടെ വാക്കുകളിൽ കൂടെ തന്നെ അയാളെന്ന വ്യക്തിയെപ്പറ്റി ഏറ്റവും നല്ല രീതിയിലുള്ള സംസാരമല്ല മറ്റൊന്നും കേട്ടിട്ടില്ല. ഒന്നുകൂടെ ഓർത്തോണം, സിനിമാ ഫീൽഡിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയാണ് അയാളുടെ ഭാര്യ. 2, ആ കുടുംബം എന്ന് പറയുന്നത് ഹൈലി, അതായത് ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അവിടുത്തെ പെൺകുട്ടികളൊന്നും തന്നെ പുറത്തേക്ക് വരാനോ ഒന്നിനും സമ്മതിക്കാത്തടത്ത് ഈ പെൺകുട്ടി ആ വീട്ടിലേക്ക് എൻട്രി ആകുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ തന്നെ അവർ ഓപ്പൺ ചെയ്യുകയാണ്. പെൺകുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ടൊരു ഓർഗനൈസേഷൻ. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോട് വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം, പഠിക്കൂ, നേടൂ എന്ന് അദ്ദേഹം പറയുന്നിടത്ത് ഒരു വ്യക്തി എന്ന നിലയിൽ സൂര്യ ഭയങ്കരമായി ജ്വലിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും അതെ, അദ്ദേഹത്തിൻ്റെ അനിയനും അതെ, ശരിക്കും ഒരു റോൾ മോഡൽസാണ്. ഇതേ സെയിം കാറ്റഗറി നമുക്ക് എടുക്കാം. വിജയിലേക്ക് വരാം. വിജയ് ഇപ്പോൾ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ തുടങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ യങ് ജനറേഷനിൽ അയാൾ കൊടുത്തിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, വെറും വാക്കല്ല. അയാൾ കാണിക്കുന്ന സിനിമയിലുള്ള ആ ഒരു സാധനം തന്നെ അയാൾ ലൈഫിലും കാണിക്കുന്നുണ്ട്. വോട്ട് ചെയ്യാൻ സൈക്കിളിൽ വന്ന് വ്യത്യസ്തമായ ഒരു സമരരീതി നമുക്ക് മനസ്സിലാക്കി തന്നതാണ് വിജയ്. പെട്രോളിൻ്റെ വിലക്കയറ്റത്തിനെ കുറിച്ച് ഇതിൽ കൂടുതൽ നല്ല വാക്കുകളിൽ അല്ലെങ്കിൽ നല്ലൊരു പ്രവൃത്തിയിൽ കൂടെ നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. അതിന് അദ്ദേഹം നേരിടേണ്ടി വന്നത് ഇൻകം ടാക്സിൻ്റെ ചെക്കിംഗ് ആണ്. ഏറ്റവും ഭീകരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായത്. പദവി കൂടെ വേണം, വെറും പണം മാത്രം പോരാ, ആളുകൾക്കിടയിൽ അക്സെപ്റ്റൻസ് പോരാ. ആളുകളെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് എന്തെങ്കിലും സേവനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പദവി കൂടെ വേണം. ഈ പറയുന്നിടത്താണ് വ്യത്യസ്തരായി നിൽക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും. പദവി വേണം, എന്തിനെന്നറിയാമോ? സ്ത്രീകളെ ഉപയോഗിക്കാൻ, സ്ത്രീകളെ മോശപ്പെടുത്താൻ, സ്ത്രീകളെ അടിമകളാക്കാൻ. ഇത്രയധികം അലിഗേഷൻസ് വരുമ്പോൾ സിമ്പിളായി ഈ പ്രശ്നത്തിൽ നിന്ന് ഊരാം. രാജിവെച്ചല്ല, ആ പൊസിഷനിലേക്ക് പെണ്ണുങ്ങളെ കയറ്റണം. പക്ഷെ പറ്റില്ല. നമ്മളുടെ മേൽക്കോയ്മ സഹിക്കുമോ? ഭാര്യ മകൻ്റെ ഒരു ദാനച്ചടങ്ങിൽ, അവാർഡ് ദാനച്ചടങ്ങിൽ കയറി ഗിഫ്റ്റ് വാങ്ങിക്കണോ വേണ്ടേ എന്നുള്ളത് അയാളെടുത്ത് ചോദിക്കുമ്പോൾ അയാളുടെ മുഖം മുറിയുന്നു, മുഖം ഭയങ്കരമായിട്ട് റൂഡാകുന്നു, വിഷമമാകുന്നു. ഭാര്യ സമ്മതമില്ലാതെ മടിച്ച് പോയി വാങ്ങിക്കുന്നു. അതിനകത്ത് റിവീലാകുന്ന അയാളുടെ ആ ഒരു ഹൈറാർക്കിയാണ്.
മമ്മൂട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്, മോഹൻലാൽ. എന്താണ് വ്യത്യാസം? എവിടെയാണ് വ്യത്യാസം നിങ്ങൾ കണ്ടത്? ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫ് എടുത്തു നോക്കിയാൽ മാത്രം മനസ്സിലാകും ദേ ആർ വാട്ട് എന്ന് ഉള്ളത് കൃത്യമാണ് അതിനകത്ത്. അവരെന്താണ് എന്നുള്ളത് കൃത്യമാണ് അതിനകത്ത്. ഇനി ഇത് ആരാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഫാനോ? കുറച്ച് പാലൊക്കെ കലക്കി അവരുടെ ബോർഡിലൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പുനിതപ്പെടും, അല്ലെങ്കിൽ അവർ ഭയങ്കര സംഭവങ്ങളാകും എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് പൊതുജനത്തിന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഒരു രീതിയാണ് ഇപ്പം ഈ നടക്കുന്നത്. മിണ്ടരുത്, വായിക്കത്ത് കോലിട്ട് കുത്തിയാലും അനങ്ങരുത്. എങ്ങനെ അനങ്ങും? വായ തുറന്നാൽ പെണ്ണുങ്ങൾ ഇറങ്ങും. സ്ത്രീകളെ ഇകഴ്ത്തുകയും അടിച്ചമർത്തുകയും മോശപ്പെടുത്തുകയും ചെയ്യുന്ന വൃത്തികെട്ടവന്മാർക്ക് നെറ്റിയടി കൊടുത്തിരിക്കുകയാണ് WCC. കൃത്യമാണ്. അപമാനമാണ് നമ്മളുടെ വിജയത്തിന്റെ ആദ്യ ചവിട്ടുപടി എന്ന് പറയും. ആ പെൺകുട്ടികൾ അനുഭവിച്ച അപമാനം, അവഗണന, അതിൽ നിന്ന് അവർ അവർ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ ഇപ്പോൾ താരാലക്ഷ്മി എന്നൊരു പെൺകുട്ടി എൻ്റെ ഫ്രണ്ടായിരുന്നു. പുള്ളിക്കാരത്തി നമ്മളൊക്കെ ഒപ്പൊക്കെ നിന്ന് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഒരു സൂചനയും കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു മേഖലയിലുള്ള പ്രശ്നം, സിനിമാ മേഖലയിലുള്ള പ്രശ്നം അതിനേക്കാൾ വൾഗറായി സീരിയൽ മേഖലയിലുണ്ടെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. സോ എൻ്റെ സപ്പോർട്ട് താരയ്ക്ക് തന്നെയാണ്. കാരണം തീർച്ചയായിട്ടും അവൾ സപ്പോർട്ട് അറിയിക്കുന്നു. പേഴ്സണൽ ലൈഫ് എടുത്തു കൊണ്ടുവന്നിട്ട് അലക്കരുത്. പലരും കമൻസിൽ കൂടെ വളരെ വൾഗറായിട്ട് എഴുതിയിടുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവളുടെ സമ്മതമില്ലാതെ അവളെ അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. നിയമം നമുക്ക് അത്രയും സപ്പോർട്ട് തരുന്നുണ്ട്. ലൈംഗിക തൊഴിലാളി എന്നല്ലാതെ മറ്റൊരു പദം ഉപയോഗിച്ച് അവരെ വിളിക്കാൻ പോലും പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന കോടതികളിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു സാധനം കൊണ്ട് കൊടുത്താൽ കമൻസ് ഇടുന്നവരോടാണ്. ആ ഇടുന്ന കമൻറ്റ് തൊഴിലാളികൾ ഉൾപ്പെടെ പണി വാങ്ങിക്കുമെന്നുള്ള തർക്കമേ വേണ്ട. ഈ തീരുമാനം വളരെ വൈകിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. 5 വർഷം മുമ്പ് അവർ പ്ലാൻ ചെയ്തത് 5 വർഷത്തിനിപ്പുറം അതിഭീകരമായ ആക്രമണത്തിൽ കൂടെ ചവിട്ടിപ്പിടുത്തലുകളിൽ നിന്നൊക്കെ മാറി അത് പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജയിച്ചു നിൽക്കുകയാണ്. ഇനി ഇതിനകത്ത് പണിഷ്മെന്റ് കിട്ടുമോ അല്ലയോ ഇല്ലയോ അതൊന്നുമല്ല. ഇങ്ങനെ ഒരു ഭീകര സാധനം അതിനകത്തുണ്ട് എന്ന് ആ പെൺകുട്ടികൾ തുറന്നു പറയുമ്പോൾ അതിനകത്തുണ്ട്. ദയവ് ചെയ്ത് ഈ മഹാനടന്മാരുടെ പിറകെ പോകുന്ന പരിപാടി അങ്ങ് നിർത്തിവെക്കുക. ഇവന്മാർ മഹാനടന്മാരാക്കിയത് നമ്മളാണ്. അവരഭിനയിച്ച ക്യാരക്ടർ അവരാണെന്ന് തെറ്റിദ്ധരിച്ചവർക്കെല്ലാം മറുപടി കിട്ടിയിട്ടുണ്ട്. അവരതല്ല. അവരവരുടെ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ കാണിച്ച പേക്കൂത്തുകൾ മാത്രമാണ്. അവരെന്താണെന്നുള്ളത് ചില ഇന്റർവ്യൂകളിൽ കൂടി നിങ്ങൾക്ക് വ്യക്തമാകും. ചില ഇന്റർവ്യൂകൾ കണ്ടിട്ടുണ്ട്. 3000 പേരെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് കേമത്തരമായിട്ട് ഒരു ആങ്കർ ചോദിക്കുകയാണ്. നിങ്ങൾ 3000 പേരെ ചെയ്തു, അതിൻ്റെ ഒരു ഫംഗ്ഷൻ നടന്നു എന്ന് കേൾക്കുന്നു. അയാളുടെ തന്തയ്ക്ക് വിളിക്കുകയല്ല വേണ്ട, എഴുന്നേറ്റൊന്ന് പൊട്ടിക്കുകയാണ് വേണ്ടത്. വ്യക്തിത്വമുള്ളവൻ. പക്ഷെ അയാൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദേർ ഹി, അത്രയേ ഉള്ളൂ, ഇവർ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു വേദിയിൽ നിന്നുകൊണ്ട് മുകേഷ് പറയുകയാണ്, ഞങ്ങൾ സ്ത്രീകളുമായിട്ടൊക്കെ ഇടപഴകും, പക്ഷെ സ്ത്രീകളുമായി ഇടപഴകില്ല, സ്ത്രീകളുമായി കാറിൽ പോകത്തില്ല, സ്ത്രീകളുമായി ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്തോ ആണ് പേടിയുള്ള രീതിയിൽ മമ്മൂക്ക ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മമ്മൂട്ടി മൈക്കെടുത്തിട്ട് പറയുന്ന അടുത്ത രംഗം എന്താണ്? ഇവന്മാർ ഇടപെടുന്നതാണെന്ന് ഞാൻ ഇടപഴകാറില്ല എന്ന് വെച്ചാൽ അയാൾക്കറിയാം യവന്മാർ മോശപ്പെട്ട രീതിയിൽ ഇടപഴകുന്നുണ്ട്. വ്യക്തിത്വം അവിടെയാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം. മാറി നിന്നുകൊണ്ടല്ല, അതിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കണം. അതിനെയല്ലേ വ്യക്തിത്വം എന്ന് പറയുക. ഇവന്മാരുടെയൊക്കെ വ്യക്തിത്വം ഇത്രയേ ഉള്ളോളെന്ന് മനസ്സിലാക്കാൻ ഇതിൽ പരം ഒരു എക്സ്പ്ലനേഷൻ വേണോ? 11 ദിവസമായി അയാൾ പോസ്റ്റ് വിട്ടില്ല എന്നാണ് സുജയ്യയുടെ വിഷമം. മീഡിയ പേഴ്സൺസ് ഓരോരുത്തരും, ഒന്നും രണ്ടും അല്ല, ഓരോരുത്തരും കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പോയാൽ ഇതില്ല. MLA ആയ ഒരാളെടുത്ത്, മന്ത്രിയുടെ അടുത്ത് ഒക്കെ നമ്മൾ കേന്ദ്രമന്ത്രിയുടെ അടുത്ത് കൊണ്ടു കൊടുക്കാം. കേന്ദ്രമന്ത്രി പിടിച്ചങ്ങോട്ട് തള്ളി തൂരി അറിയണം, പോടാ അവിടെ നിന്ന് കഴിച്ച്. ഈ ഒരു വിഷയത്തിൽ ഞങ്ങളെല്ലാം യൂണിറ്റിയാ. 5 മിനിറ്റ് സംഭവമാണ്. സന്തോഷത്തോടു കൂടി ഭാര്യയോ അല്ലെങ്കിൽ നീ കാമുകിയാവട്ടെ അല്ലെങ്കിൽ കൺസെൻറ്റോടുകൂടി ഒരു പെൺകുട്ടിയോ ചെയ്തു തരേണ്ട, സന്തോഷപൂർവ്വം എൻജോയ് ചെയ്യേണ്ട ഒരു വിഷയം ഇത്രയധികം പെൺകുട്ടികളുടെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കിക്കൊണ്ട് നിങ്ങൾ സുഖിക്കുമ്പോൾ ഇതുപോലൊരവസരം നിങ്ങൾക്ക് വരുമെന്ന് ഓർക്കണ്ടേ. ഓരോ പെൺകുട്ടികൾക്കും പാഠമായിരിക്കട്ടെ. നമ്മളാരും മെറ്റീരിയൽ അല്ല, പക്ഷെ അത് നമുക്കാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവർക്ക് നമ്മളോട് ഇത് ചോദിക്കാം എന്നുള്ളൊരു പെർമിഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നിങ്ങളുടെ വാല്യൂ ആണ്. തിരിച്ചു പറയുക, സംസാരിക്കുക. ഞാൻ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ബസ്സിലോ മറ്റോ ഒക്കെ പോകുന്ന സമയത്ത് നമ്മളാരെങ്കിലും സെക്ഷൽ അസാൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിച്ചാൽ വീട്ടിൽ നിന്ന് തന്നെ വിലക്കാറുണ്ട്. എന്തിനാ ഒച്ചയിടുന്നത്, എന്തിനാ ബഹളം വെക്കുന്നത്, നിന്നെയും കൊണ്ട് എവിടെയും പോകാൻ ഒക്കത്തില്ല, ഭയങ്കര ബഹളക്കാരിയാണ് എന്ന് പറയും. അതിൽ നിന്ന് മാറി
ഇന്ന് ഞാൻ ചെയ്തതാണ് ശരി എന്ന് സമ്മതിക്കുന്ന ഒരു ലെവലിലേക്ക് കാലം കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ വിജയം. ഈ അനുഭവങ്ങൾ നമ്മൾ സഹിക്കുകയും കടിച്ചമർത്തുകയും ചെയ്യുന്നിടത്താണ് നമുക്ക് പാളിച്ച വരുന്നത്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇങ്ങനത്തെ വൾഗർ വരാത്ത, എന്താണ് നിങ്ങളിങ്ങനെ പേടിയാണോ? പേടിക്കണം, പേടി വേണം. ചിലയിടങ്ങളിൽ കർശനമായി നമ്മൾ പ്രതികരിക്കണം. ഈ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് റോഡിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒക്കെ തുണി പൊക്കിക്കൊണ്ട് പലവന്മാരും നിൽക്കും. ലിംഗപ്രദർശനം എന്ന് പറയും. ഒരിക്കൽ ഞാൻ പ്രതികരിച്ചിരുന്നു, കല്ലെടുത്തെറിഞ്ഞു. അയാൾക്കത് നല്ല ഡാമേജ് ഉണ്ടായി. ആ സമയത്ത് പോലീസ് വരികയും പ്രശ്നം വഷളാവുകയൊക്കെ ചെയ്ത കോളേജ് മാനേജ്മെൻറ്റ് തന്നെ പറഞ്ഞിരുന്നു, ഇതിനകത്ത് എനിക്ക് സസ്പെൻഷൻ തരേണ്ടി വരുമെന്ന്. എത്ര ഭീകരമാണെന്ന് ഓർത്ത് നോക്ക്. അവൻ തുണി പൊക്കി നിന്നത് പ്രശ്നമില്ല, ഞാൻ എറിഞ്ഞതാണ് പ്രശ്നം. അയാൾക്ക് അത് കുറച്ച് ഇഞ്ചുറി ഉണ്ടാക്കി, അതുകൊണ്ട് എനിക്ക് സസ്പെൻഷൻ. ഇത് കോളേജിനകത്തല്ല എന്നുള്ളതായിരുന്നു എൻ്റെ വാദം. അതെ, ഞാൻ ട്രെയിൻ ഇറങ്ങി വരുന്ന പാസേജിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. പുറത്ത് നടന്നൊരു സംഭവത്തിന് കോളേജുകാർ എനിക്ക് എങ്ങനെ സസ്പെൻഷൻ തരൂന്നായിരുന്നു എൻ്റെ ചോദ്യം. അവിടെ തുടങ്ങി എൻ്റെ വക്കീൽ ഉദ്യോഗം. ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ ആദ്യമായി ഞാൻ എനിക്ക് വേണ്ടി വാദിച്ചത് അവിടെയാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ പ്രിൻസിപ്പൾ അടങ്ങി. കേസ് പുറത്തല്ലേ, അത് അവിടെ തീർക്കട്ടെ. അണ്ടർ ഏജിലുള്ള ഞാൻ കേസ് കൊടുത്താൽ പണി വേറെ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രശ്നം അമിക്കബിളി സോൾവ് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാനോ എൻ്റെ പിതാവ് വിട്ടുകൊടുക്കാനോ തയ്യാറായിരുന്നില്ല. ആ കേസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ശിക്ഷ അയാൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭ്രാന്തനാണെന്നാണ് അയാൾ അവസാനം രേഖപ്പെടുത്തി. എനിക്ക് ഭ്രാന്താണെന്ന്. അവന് ഭ്രാന്തുണ്ടെങ്കിൽ ചങ്ങലക്കിടണം, അല്ലാതെ റോഡിൽ സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികൾ പോകുന്ന വഴിയിൽ വന്ന് തുണി പൊക്കി കാണിക്കുകയല്ല വേണ്ടത്. പക്ഷെ ഇതിന് ഏറ്റവും കൂടുതൽ ഒപ്പോസിഷൻ പറഞ്ഞത് എൻ്റെ അമ്മയാണ്, വഴക്ക് പറഞ്ഞത് തന്നെ എൻ്റെ അമ്മയാണ്. ഇങ്ങനെയൊന്നും ചട്ടമ്പിത്തരങ്ങൾ കാണിക്കരുത്. എനിക്കപ്പോഴും മനസ്സിലാകാത്തത്, അന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ റിയാക്ട് ചെയ്താൽ പെൺകുട്ടി തൻ്റെടിയാണെന്നും അവൾക്ക് നല്ല വിവാഹാലോചനകൾ വരില്ല എന്നൊരു പൊതുബോധം അമ്മയുടെ മനസ്സിലേക്ക് പോലും ആളുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്നും അതുണ്ട്. എൻ്റെ ബാല്യകാലത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് പറഞ്ഞത്. പക്ഷെ പ്രതികരിക്കാനുള്ള എൻ്റെ കഴിവിനെ ഞാൻ ഇപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അല്ലാച്ചാൽ ഇത് കണ്ടിന്യൂസ്ലി ഞാൻ പല രീതിയിൽ അനുഭവിക്കേണ്ടി വരത്തില്ലേ. പ്രതികരിക്കണം, എവിടെയും അത് തന്നെയാണ്. നമുക്ക് കാണാൻ നമ്മളുടെ കണ്ണിന് താല്പര്യമില്ലാത്തത് കണ്ടാൽ പ്രതികരണം നമ്മളുടെ അവകാശമാണ്. ആ അവകാശം ഉപയോഗിക്കാൻ അറിയുന്ന ഓരോ പെൺകുട്ടിയും വാല്യുബിളാണ്. നിങ്ങൾ പ്രതികരിക്കുക, കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് തന്നെ പ്രതികരിക്കുക. അതിന് കോൺസിക്വൻസ് എന്നല്ല പറയുക. തീർച്ചയായിട്ടും നിങ്ങളൊരു റോൾ മോഡലായി അറിയപ്പെടും. അങ്ങനെ തന്നെ ഉണ്ടാവണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർക്കെങ്കിലും മനസ്സിലാക്കണം, നമ്മളെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും കിട്ടത്തില്ല എന്നുള്ളത്. ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ പോയി സിനിമ അഭിനയിക്കാനും സീരിയൽ അഭിനയിക്കാനും നിൽക്കണമോ വേണ്ടയോ നിങ്ങളാണ് ആലോചിക്കുക. തൊഴിലിടമാണ്, സമ്മതിച്ചു. പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് നിങ്ങളെ വിളിക്കുന്നവരെ പുറം ലോകത്തിന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ട് ആ മേഖല സുരക്ഷിതമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. മാറി നിൽക്കുന്നതോ മാറ്റി നിർത്തപ്പെടുന്നതോ ഒന്നും തന്നെ അക്സെപ്റ്റബിൾ അല്ല. അതിനെ ശക്തമായി എതിർക്കണം, ശക്തമായി പ്രതികരിക്കണം. ഇനി ഈ പ്രതികരണം നടത്തിയ പെൺകുട്ടികളെയൊക്കെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഈ സിനിമയെ തന്നെ ബോയ്ക്കോട്ട് ചെയ്യണം. ആരും കാണരുത്, വേണ്ട. അവിടെ സുരക്ഷിതമായി വർക്ക് ചെയ്യാനുള്ള സാഹചര്യം പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, നമ്മൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന നല്ല കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ളവരെ ഈ രീതിയിൽ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ പ്രതികരിക്കണം. കാരണം നമുക്ക് വേണ്ടിയാണ് അവരത് അഭിനയിക്കാൻ പോകുന്നത്. ശരിയായിരിക്കും, അവരെ തൊഴിലാണ്. പക്ഷെ ആഗ്രഹിച്ച് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത് ആ കുട്ടികളല്ലേ. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. പാർവതിയെ ഒറ്റപ്പെടുത്തിയപ്പോഴും നമ്മൾ നിശബ്ദരായിരുന്നു. പല കാര്യങ്ങളിൽ നമ്മൾ ജനങ്ങൾ നിശബ്ദരാണ്. മീഡിയാസിനെ ആക്രമിക്കുന്ന രീതിയുണ്ട്. മീഡിയാസാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത്. സപ്പോർട്ട് അവർക്കും കൊടുക്കണം എന്നുള്ളതാണ് വസ്തുത. എനിവേ, കൂടുതൽ വിഷയങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.